എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ MT വാസുദേവൻ നായർ രചനയും സംവിധാനവും നിർവഹിച്ച് PJ ആൻ്റണിക്ക് ഭരത് അവാർഡ് നേടിക്കൊടുക്കുകയും നല്ല ചിത്രത്തിനുള്ള ദേശീയ അവാർഡിന് ഈ സിനിമ അറിയിക്കുകയും ചെയ്തു എന്നാണ് എൻ്റെ അറിവ്. എന്തായാലും ഭരത് അവാർഡിനിലേക്ക് PJ ആൻ്റണി എന്ന വലിയ കലാകാരനെ കൊണ്ടുപോയത് ഈ നിർമാല്യം എന്ന പേരുള്ള സിനിമയായിരുന്നു. ഈ നിർമാല്യം എന്ന സിനിമയിൽ യഥാർത്ഥത്തിൽ ശങ്കരാടിയാണ് അഭിനയിക്കാൻ നിശ്ചയിക്കപ്പെട്ടിരുന്നത്. പക്ഷേ ശങ്കരാടി പറഞ്ഞു അത് എനിക്ക് പറ്റുന്ന റോളല്ല, അത് PJ ആൻ്റണിയെ ഏൽപ്പിക്കാൻ. അങ്ങനെയാണ് ഈ കഥാപാത്രത്തെ PJ ആൻ്റണിയിൽ എത്തുന്നത്. അതിനെക്കുറിച്ചല്ല ഞാൻ പറയാൻ വരുന്നത്. ഇതിൽ അവസാനം ഭഗവതിയുടെ മുഖത്ത് തുപ്പുന്ന ഒരു രംഗമുണ്ട്. എല്ലാം തകർന്ന വെളിച്ചപ്പാട് ഭഗവതിയുടെ മുഖത്ത് തുപ്പുന്നു. ആ രംഗം ഇതിൻ്റെ ആദ്യ കഥ പള്ളിവാളും കാൽച്ചിലമ്പും എന്നുള്ള കഥ MT വാസുദേവൻ നായർ എഴുതുമ്പോൾ അങ്ങനൊരു പരിസമാപ്തി ഉണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ അത് ഒരു ചൈനീസ് നോവലിൻ്റെ 5 തലമുറകളുടെ കഥ പറയുന്ന നാലുകെട്ട് എന്നുള്ള പേരുള്ള സിനിമയുടെ നോവലിൽ നിന്ന് കടം കൊണ്ടതാണ് ഈ അവസാനത്തെ രംഗം. അതിലും അവസാനം എല്ലാം തകർന്ന് തറവാടിൻ്റെ അപ്പോഴുള്ള കുടുംബനാഥൻ സ്വന്തം പരദേവതയുടെ മുഖത്ത് തുപ്പുകയാണ്. അത് തന്നെയാണ് ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ കടം കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. അത് ഇങ്ങനെയുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുക മാത്രമാണ്. പള്ളിവാളും കാൽച്ചിലമ്പും എന്ന് പറഞ്ഞ കഥയിൽ അത് ഉണ്ടായിരുന്നില്ല, നിർമ്മാല്യത്തിൽ അത് വരുന്നു. നമസ്കാരം.